ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കലൊരു പ്രസിദ്ധനായ വചനപ്രഘോഷകൻ മരണാസന്നനായി കിടക്കുകയാണ്. അദ്ദേഹത്തെ പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് അധികം ദൈർഘ്യമില്ലെന്നെല്ലാം അവർക്കറിയാം. അദ്ദേഹത്തെ ഒന്ന് കാണാനും ഒന്ന് പ്രാർത്ഥന ചോദിക്കാനും ഒക്കെയാണ് അവർ വന്ന് നിൽക്കുക. എന്നാൽ അദ്ദേഹം അവരോടെല്ലാം പറഞ്ഞു, എനിക്ക് ആരെയും കാണണമെന്ന് താല്പര്യമില്ല, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അവരെല്ലാവരും ഈ മനുഷ്യനെ നേരിട്ട് കാണാൻ സാധിക്കാത്തതിലുള്ള വിഷമത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് തിങ്ങി നിൽക്കുകയാണ്. അദ്ദേഹത്തെ വളരെ പരിചയമുള്ള പലരും വന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹത്തെ അറിയിച്ചെങ്കിൽ അദ്ദേഹം ആരെയും കാണാൻ തയ്യാറായില്ല. അത് അവർക്കെല്ലാം വലിയൊരു സങ്കടം ഉളവാക്കി. അപ്പോൾ ആ കൂട്ടത്തിലേക്കൊരു നിരീശ്വരവാദിയായ മനുഷ്യൻ കയറി വന്നു. ഈ മനുഷ്യൻ വന്ന കാര്യം ഈ സുവിശേഷ പ്രഘോഷകനോട് ആരോ അറിയിച്ചു. അത് അറിഞ്ഞ പാടെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ വേഗം എൻ്റെ അടുത്തേക്കൊന്ന് കയറ്റി വിടുക. അദ്ദേഹം മറ്റ് ഭക്തരായ വിശ്വാസികളുടെയൊക്കെ മുമ്പിൽ വലിയ ഗമയിൽ ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. കാരണം അദ്ദേഹത്തെ മാത്രമാണ് ഈ അവസാന നിമിഷം കാണാനായിട്ട് അദ്ദേഹം വിളിച്ചിരിക്കുക. ഈ വിശ്വാസമില്ലാത്ത നിരീശ്വരവാദിയായ ഈ മനുഷ്യൻ ഈ സുവിശേഷ പ്രഘോഷകൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളെ കാണാൻ അതിയായി ആഗ്രഹിച്ചു. കാരണം ഇനി നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടുകയില്ല എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങേ അടുത്തേക്ക് വിളിച്ചത്. അങ്ങ് എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും സ്വർഗത്തിൽ വെച്ച് ഇനിയും എനിക്ക് കണ്ടുമുട്ടാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ താങ്കളുടെ കാര്യത്തിൽ മാത്രം എനിക്ക് ആ ഒരു ഉറപ്പില്ല. ഇനി നമ്മൾ കണ്ടുമുട്ടുകയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ കാണാൻ ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവരെ, നിത്യതയിൽ വീണ്ടും കണ്ടുമുട്ടുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ മനുഷ്യൻ്റെ ഈ ജീവിത കഥ നമുക്ക് നൽകുന്നുണ്ട്. ആമേൻ.